എൻ്റെ ഭാര്യ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഒന്ന് കിട്ടും നോക്കിക്കേ, നോക്കടോ. ആരാ? 1 2 3 ആൾ 4 ആൾ കുറച്ച് മുഴുവൻ ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, പൊട്ടൊക്കെ തൊട്ടു, ചായ കുടിയും കഴിഞ്ഞു. ഇനി നേരെ ഉച്ചഭക്ഷണം ഉണ്ടാക്കാനാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചെറിയൊരു മനോഹരമായൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. പാവം, രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനെ സ്നേഹത്തോടെ യാത്ര അയക്കുന്ന ഭാര്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? എൻ്റെ ഭാര്യ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഒന്ന് കിട്ടും നോക്കിക്കേ, നോക്കടോ. ആഹോ, അങ്ങനെ പ്രസാദേട്ടൻ പോണ കാഴ്ച കേട്ടോ അത്. അപ്പോൾ പ്രസാദേട്ടൻ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞത്. അങ്ങനെ നേരെ ഇനി അടുക്കളയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് നല്ല ആവി പറക്കുന്ന പുട്ടും ചെറുപയറിൻ്റെ കറിയായിരുന്നു കേട്ടോ. പിന്നെ പുട്ടും പയറും നല്ല കോമ്പിനേഷൻ അല്ലേ, ഹെൽത്തി ഫുഡല്ലേ. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കളയിലെത്തിട്ടോ. അപ്പോൾ അടുപ്പത്ത് ചോറുണ്ട്, പിന്നെ കറി വയ്ക്കണം. വെള്ളരിക്ക കൊണ്ട് ഒരു കറിയാണ്. ഇപ്പോൾ മീനൊന്നുമില്ല, ദിവസം മീൻ കറിയുള്ള വീടാണത്. അപ്പോൾ മീൻ കിട്ടാതായിട്ട് ഇപ്പോൾ 10 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ടൗണിലൊക്കെ മീനുണ്ട്, പക്ഷേ മീൻ വാങ്ങാറില്ല. ഇപ്പോഴത്തെ മീൻ ഫ്രഷ് വാങ്ങാൻ വയ്യല്ലോ. അപ്പോൾ മീനിപ്പോൾ കൂട്ടാതായിട്ട് 10 ദിവസമൊക്കെ ആയി. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ട്രോളിങ് ആയില്ലേ. ട്രോളിങ്ങിൻ്റെ അതൊക്കെ ആകുമ്പോൾ എപ്പോഴും മീനിൻ്റെ ബുദ്ധിമുട്ടാണ്. ടൗണിലൊക്കെ മീനുണ്ട്, മീൻ വാങ്ങാറില്ല. മീനില്ലാഞ്ഞിട്ടല്ല മീൻ വാങ്ങാറില്ല, പക്ഷേ ഇതിൽ വരുന്ന മീൻകാരൊന്നും ഇപ്പോൾ വരാറില്ല. ഇപ്പോൾ വെള്ളരിക്ക കഴുകി വെച്ചിട്ടുണ്ട്. വെള്ളരിക്ക, പച്ചമുളകുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്, ഇഞ്ചിയുണ്ട്. എല്ലാം അരിഞ്ഞ് കലം റെഡി. ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് കറി വയ്ക്കും. ഇപ്പോൾ വെള്ളരി നന്നാക്കുകയാണ് കേട്ടോ. വെള്ളരിക്ക മോരുകറി ഉണ്ടാക്കാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ. വെള്ളരിക്ക മോരുകറി, വെള്ളരിക്ക ചക്കക്കുരു, വെള്ളരിക്ക മാങ്ങ, ചക്കക്കുരു, പിന്നെ ചെമ്മീൻ, അങ്ങനെയൊക്കെ ഇട്ട് കറി വയ്ക്കാറില്ലേ. എനിക്ക് വെള്ളരിക്ക ഇങ്ങനെ മോരുകറി വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം വെള്ളരിക്ക മോരുകറി വയ്ക്കുന്നതിനേക്കാളും ഇഷ്ടം വെള്ളരിക്കയും ചക്കക്കുരുവും മാങ്ങയും കറി വയ്ക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ചക്കക്കുരു മുരിങ്ങാക്കായും. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചക്കക്കുരു മാങ്ങാക്കറി, ചക്കക്കുരു മുരിങ്ങാക്കായൻ്റെ കറി അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല രസമല്ലേ. എനിക്ക് ചക്കക്കുരു മാങ്ങേനെക്കാട്ടിലും ഇഷ്ടം മുരിങ്ങക്കായിട്ട് വെക്കുന്നതാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റല്ലേ. പിന്നെ കക്കരിക്ക മാത്രമല്ല കേട്ടോ തിന്നുക, ഇങ്ങനെ വെള്ളരിക്കയും തിന്നുക, കുമ്പളങ്ങയും തിന്നുക, പച്ചക്കറി എന്തും തിന്നാലോ അല്ലേ. പച്ചക്ക് ക്യാരറ്റ് ബീറ്റ്റൂട്ടൊക്കെ കഴിക്കുന്നുണ്ടല്ലേ. വെള്ളരിക്ക നല്ലതല്ലേ. പിന്നെ പച്ചടിക്ക് അരിയുന്ന പോലെ അല്ലല്ലോ നമ്മൾ മോരുകറി ഉണ്ടാക്കുമ്പോൾ അരിയുക. മോരുകറിക്ക് അരിയുമ്പോൾ കുറച്ച് വലിയ കഷ്ണമായിട്ട് ഇതുപോലെയല്ല അരിയുക. പച്ചടിക്കാണെങ്കിൽ കുനുകുനെ കുറച്ച് നീളത്തിൽ, വണ്ണമില്ലാതെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. അങ്ങനെ വെള്ളരിക്കൊക്കെ അരിഞ്ഞിതാ കഷ്ണങ്ങളാക്കി അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളരിക്ക അങ്ങനെ മോരുകറി വെക്കുമ്പോൾ അതിൽ തക്കാളി ഇടും. ഞാൻ എൻ്റെ നാട്ടിലാണെങ്കിൽ തക്കാളി ഇടില്ല കേട്ടോ, മോര് മാത്രമേ ഒഴിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുക. നാളികേരം നല്ല മഷി പോലെ അരച്ചിട്ട് അതിനെ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ നല്ല പുളിയുള്ള മോരൊഴിച്ചിട്ട് തിളപ്പിക്കരുത് കേട്ടോ. മോരൊഴിച്ചിട്ട് തിളപ്പിക്കാൻ പാടില്ല. മോരൊഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്തെടുത്താൽ ഇതുപോലെ നല്ല സൂപ്പർ മോരുകറി ആയിരിക്കും കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ വെള്ളരിക്ക ഞാൻ മോരുകറി ഉണ്ടാക്കി. പിന്നെ ചോറ് ആദ്യം വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പേരിക്ക് ഇന്ന് ക്യാരറ്റാണ് ഇട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ട് കൊത്തി എരിഞ്ഞിട്ട് ഉപ്പേരി പോലെ, അതായത് മെഴുക്കുവരട്ടി പോലെ വെച്ചതാണ് കേട്ടോ. നാളികേരം ചതച്ചിടാതെ തോരൻ വെച്ചതാണ് കേട്ടോ. ഞാൻ ചോറും കറിയൊക്കെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്.
അപ്പോൾ എനിക്ക് വേറെ കുറച്ച് പണികളുണ്ട്. എനിക്ക് കുറച്ച് എണ്ണ കാച്ചാനുണ്ട്. കാച്ചിയ എണ്ണയാണ് കേട്ടോ ഞാൻ തേക്കാറ്. അപ്പോൾ എണ്ണ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഉണ്ടാക്കണം. അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ നമ്മളെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കണം. ഞാൻ അധികം കാച്ചിയ എണ്ണയാണ് കേട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ എണ്ണ ഉണ്ടാക്കാറ്. എത്രയോ വർഷമായി ഞാൻ ഈ എണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. പുറത്തുനിന്ന് നമ്മൾ വലിയ പൈസ കൊടുത്ത് വാങ്ങണ എണ്ണയൊക്കെ നമുക്ക് ഒന്ന് മെനക്കെട്ടാലേ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനാദ്യം ഞാൻ ചെയ്യുന്ന നല്ല ശുദ്ധമായ നല്ല വെളിച്ചെണ്ണ, അത് മില്ലിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ആ വെളിച്ചെണ്ണ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തെച്ചിപ്പൂവാണ് കേട്ടോ ഞാൻ ആദ്യം പറിച്ചെടുക്കുന്നത്. തെച്ചിപ്പൂട്ട് എണ്ണ കാച്ചിട്ട് ചെറിയ കുട്ടികൾക്ക് തേച്ച് കൊടുക്കും. കാരണം തലയിലെ ചൊറിച്ചിൽ, കരപ്പൻ, പിന്നെ നീരിറക്കം, അതിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ തെച്ചിപ്പൂവ്. പിന്നെ തെച്ചിപ്പൂ പറിച്ചതിന് ശേഷം ഞാനിതാ കർപ്പൂരവല്ലിയാണ് കേട്ടോ പറിക്കുന്നത്. കർപ്പൂരവല്ലി എന്ന് പറഞ്ഞാൽ തമിഴിൽ കർപ്പൂരവല്ലി, നമ്മുടെ നാട്ടിൽ പനിക്കൂർക്ക. പനിക്കൂർക്ക ഇട്ട് എണ്ണ കാച്ചുന്നതും നീർദോഷത്തിന് നല്ലതാണ് കേട്ടോ. അത് രണ്ടും ഒരു കൈപ്പിടി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറിച്ചെടുക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂ നമ്മൾ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നല്ലതാണ്. നല്ല നാടൻ ചെമ്പരത്തിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നാടൻ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി മൊട്ടും അതും നല്ലതാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിൻ്റെ മൊട്ടൊക്കെ ഇട്ട് അത് മാത്രമായിട്ട് എണ്ണ കാച്ചുന്ന കണ്ടിട്ടില്ലേ, ചെമ്പരത്തി ആദി എണ്ണ. അത് മാത്രം ഇട്ട് എണ്ണ കാച്ചി തേച്ചാലും മുടിക്ക് നല്ല കറുപ്പുണ്ടാവും, നല്ല നീളം ഉണ്ടാവും, നല്ല കറുപ്പായിരിക്കും കേട്ടോ മുടിക്ക്. പിന്നെ അത് അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂ ഇഷ്ടം പോലെ ഇവിടെ ഉള്ളത് കൊണ്ട് വേറെ എങ്ങോട്ടും പോകണ്ട. നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ. ഈ തൊടീൻ്റെ അതിലൂടെ നിറയെ നട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ നട്ടതാണ് കേട്ടോ. അപ്പോൾ നല്ല നാടൻ ചെമ്പരത്തിപ്പൂ ഞാൻ ഒരു പിടി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വകയായിട്ട് പല കളറിലുള്ള ചെമ്പരത്തി ഞാനിവിടെ നട്ടിട്ട് ഞാനത് ഇടയ്ക്ക് വീഡിയോയിൽ കാണിക്കാറില്ലേ, കുങ്കുമത്തിൻ്റെ കളറും പിന്നെ ലൈറ്റ് റോസ് കളറൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ 2-3 ദിവസം മുൻപ് ഒരു ചെമ്പരത്തി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി അത് അടുത്ത പൂ വിരിയുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പൂ പറിക്കുന്നത് ഇഷ്ടേ അല്ല കേട്ടോ. ഇത് ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് പറിക്കുന്നത്. കാരണം ചെമ്പരത്തി പൂ നിറയെ വിരിഞ്ഞ് നിൽക്കണ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗിയാണെന്നറിയോ. അപ്പം ഞാൻ വിരിഞ്ഞ പൂക്കൾ മുഴുവൻ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പിടി ചെമ്പരത്തി പൂ ഞാൻ പറിച്ചെടുത്തു. ഇനി അടുത്ത് പറിക്കാൻ പോകുന്നത് കറ്റാർ വാഴയാണ് കേട്ടോ. എണ്ണ കാച്ചാൻ വേണ്ടി മാത്രം ഞാൻ കറ്റാർ വാഴ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറ്റാർ വാഴ എനിക്ക് തന്നത് എൻ്റെ ഫ്രണ്ട് സൗമ്യയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ കഷ്ണമല്ല, വലിയൊരു കഷ്ണം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ച് തുളസീൻ്റെ ഇലയാണ് കേട്ടോ. തുളസി ചെടിയാണ്. കറ്റാർ വാഴയൊക്കെ പറിച്ചെടുത്തു. ഇനി തുളസീൻ്റെ ഇലയാണ് കേട്ടോ. തുളസി ഞാനിങ്ങനെ പൊട്ടിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ നന്നായിട്ട് തളിർത്ത് പുതിയ ഇലകൾ വന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ പറിച്ചെടുത്തു. അങ്ങനെ പറിച്ചെടുത്തതാണ്ടോ. ചെമ്പരത്തിപ്പൂവുണ്ട്, പനിക്കൂർക്കുണ്ട്, തുളസീൻ്റെ ഇലയുണ്ട്, തെച്ചിപ്പൂവുണ്ട് കേട്ടോ. പിന്നെ കറ്റാർ വാഴ ഞാൻ പൊട്ടിച്ചെടുത്ത് കഴുകി അതിങ്ങനെ അതിൻ്റെ കറ പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചത് എന്താണെന്ന് വെച്ചാൽ മൈലാഞ്ചി ഉണക്കി പൊടിച്ചതുണ്ട്, ഉണക്കി പൊടിച്ചിട്ടില്ല, ഉണക്കി വെച്ചതുണ്ട്, നെല്ലിക്കയുണ്ട് കേട്ടോ. പിന്നെ ഇതിനെല്ലാം പുറമെ എൻ്റെ വകയായിട്ട് ഒരു രഹസ്യ കൂട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ എണ്ണ കാച്ചാറ്. അപ്പോൾ എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ പിന്നീട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് സീക്രട്ടാണ് കേട്ടോ. നെല്ലിക്കയും മൈലാഞ്ചിയൊക്കെ ഞാൻ ഉണക്കി വെച്ചത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വെയിലത്തൊന്നും കൂടെ ഒന്ന് വെച്ചിട്ട് വെയിലത്തൊന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറുണ്ട്, വെള്ളരി മോരുകറി, പപ്പടം, ക്യാരറ്റ് തോരൻ, ക്യാരറ്റ് ഉപ്പേരി, പിന്നെ മാങ്ങാ ചമ്മന്തി, മാങ്ങ അച്ചാറൊക്കെ ഒരു ലോഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ അച്ചാർ. അങ്ങനെ ഉച്ചഭക്ഷണം കഴിഞ്ഞു. റോഡിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പുതുമഴ പെയ്ത സമയത്ത് റോഡിൽ നിറയെ വെള്ളമായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, റോഡ് തോടായിട്ട് മാറും. അപ്പോൾ ഇപ്പോൾ വെള്ളം കുറച്ചുണ്ട് കേട്ടോ. ആ പുതുമഴ പെയ്ത സമയത്ത് നല്ല മീനുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാനും പ്രസാദമായിട്ടൊന്നും പിടിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം അതിൻ്റെ മുൻപത്തെ വർഷമൊക്കെ മീൻ പിടിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ പിടിച്ചിട്ടില്ല. നാട്ടിലാണെങ്കിൽ പുഴയേക്കാണ് പോവും വെള്ളം കാണാൻ. പുഴ നിറഞ്ഞിട്ടുണ്ടോ, കുളം നിറഞ്ഞിട്ടുണ്ടോ, തോട് നിറഞ്ഞിട്ടുണ്ടോ. ഇവിടെ ഇപ്പോൾ അതിന് സൗകര്യമില്ല. അപ്പോൾ നേരെ റോഡിൽ വെള്ളം വന്നിട്ട് റോഡ് നിറഞ്ഞിട്ടുണ്ടോ നോക്കാനേ പറ്റുള്ളൂ. അപ്പോൾ റോഡ് ഇപ്പോൾ തോട് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഓവുചാലിലൂടെ വെള്ളം ഒഴുകണുണ്ടോ. ഓവുചാലല്ല, ആണി കേട്ടോ. ഇവിടെ ആണി എന്നാണ് പറയുക. ആണിയിൽ കൂടെ വെള്ളം ഒഴുകുക. അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇപ്പോൾ പിന്നെ ഒരാഴ്ചയായിട്ട് മഴ പെയ്തതിന് ശേഷം ഇപ്പോൾ
2-3 ദിവസമായിട്ട് നല്ല വെയിലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ കുറച്ച് നേരം ചവിട്ടി ഇങ്ങനെ നടക്കാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് കുറച്ചും കൂടി നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മഴ പെയ്ത് മാനം തെളിഞ്ഞ സമയമാണല്ലോ. പിന്നെ ആ പറമ്പ് കണ്ടോ, ആ പറമ്പിലായിരുന്നു കഴിഞ്ഞ വീട്ടിൽ കൂടലിന് ഭക്ഷണം ഉണ്ടാക്കാൻ പന്തലിട്ടിരുന്ന പറമ്പാണ് കേട്ടോ അത്. ആ പറമ്പിലൊക്കെ നിറയെ വെള്ളമായിരുന്നു കഴിഞ്ഞ മഴ പെയ്തപ്പോൾ. പിന്നെ ഈ വെള്ളത്തിൽ നിറയെ കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. മീനുകൾ മാത്രമല്ല, കുഞ്ഞു മാക്രിക്കുട്ടന്മാരും ഉണ്ട് കേട്ടോ. തവളക്കുട്ടികൾ ഒരുപാടുണ്ട്, വാൽമാക്രികളില്ലേ. ഞാനിപ്പോൾ വെള്ളത്തിൽ എന്തോ പോയ പോലെ ഇങ്ങനെ തിരഞ്ഞ് നോക്കുമെന്നല്ല കേട്ടോ. ഞാൻ നോക്കുന്നത് എന്താണെന്നറിയോ, ഒരു കുഞ്ഞു കടലാസ് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിട്ടാൽ നല്ല രസമായിരിക്കില്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയില്ല. ചെറുതായപ്പോൾ അച്ഛനുണ്ടാക്കി തന്നത് ഓർമ്മയുണ്ട്. ഇപ്പം ഞാൻ എന്താ ചെയ്തറിയോ, നല്ല പ്ലാവിൻ്റെ ഇല ഉണ്ട് വീണ് കിടക്കുന്ന റോട്ടിൽ. അപ്പോൾ അതുകൊണ്ടൊരു കുഞ്ഞു തോണി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുക്കി വിടുകയാണ് കേട്ടോ. ഓരോ വട്ടാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഞാനിതാ ഒരു കുഞ്ഞു പ്ലാവിലെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുത്തി ഈർക്കിൽ കൊണ്ട് കുത്തി ഓട്ടയാക്കി ഒരു തോണി പോലെ ആക്കണ്ടേ, പക്ഷേ കിട്ടണ്ടേ, ശരിയാവണ്ടേ. അങ്ങനെ ഇതാ ഒരു കുഞ്ഞു തോണിയൊക്കെ ഉണ്ടാക്കി ഞാനിങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുക്കി കളിക്കുകയാണ് കേട്ടോ. ഏതായാലും എൻ്റെ വട്ടുകളി കാണാൻ ഇവിടെ ആരും ഇല്ലാത്തത് ഭാഗ്യം. അല്ലെങ്കിൽ ശരിക്കും എനിക്ക് വട്ടാണെന്ന് തന്നെ എല്ലാവരും പറയും. അപ്പോൾ അത് കണ്ടോ, രാവിലെ കൊണ്ട് ചെറിയ തോണിയാണോ, പഴയ പണ്ടത്തതൊന്നും മറന്നിട്ടില്ല, അത് നിർത്താം കേട്ടോ. അങ്ങനെ അതിനെ പ്ലാവിലെ തോണി പോണത് കണ്ടോ. ഇതിങ്ങനെ പോയപ്പോഴേ നല്ല രസമുണ്ട്. അപ്പോൾ ഞാനിതാ 2 പ്ലാവിലെടുത്തിട്ട് 2 തോണി ഉണ്ടാക്കിയിട്ട്, ഒന്ന് എൻ്റെതും ഒന്ന് പ്രസാദേട്ടൻ്റെതും. ഞങ്ങളെ തോണി രണ്ടിങ്ങനെ മത്സരിച്ച് ഇങ്ങനെ ഒഴുകി വെള്ളച്ചാട്ടത്തിലൂടെ ഇങ്ങനെ ഒഴുകി, ആണിയിലൂടെ ഒഴുകി അങ്ങ് അറബിക്കടലിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. നല്ല രസമല്ലേ ഇതിങ്ങനെ പോകുന്നത് കാണാൻ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ കുട്ടിക്കാലം ഇങ്ങനെ ഓർമ്മ വരും അല്ലേ. ഇന്ത്യൻ പ്രസാദത്തിനെ തോന്നി അങ്ങനെ കുറച്ച് നേരം ആ വെള്ളത്തിൽ അങ്ങനെ തോണിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കളിച്ചിട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. പിന്നെ ഞാനിതാ വീട്ടിലേക്ക് തന്നെ കയറി പോന്നു കേട്ടോ. ഞാൻ ആ വെള്ളത്തിൽ നിന്ന് കയറി പോകുന്ന തക്കത്തിൽ കുറച്ച് കുളിക്കാനുള്ള ആൾക്കാർ വെള്ളത്തിലേക്ക് ഇറങ്ങിയത് കണ്ടോ. ഈ ഒരു 4 മണി 4:30 ഒക്കെ ആകുമ്പോൾ ഒരുപാട് കിളികൾ വന്നിട്ട് ഇവിടെ ഒന്ന് കുളിക്കും കേട്ടോ. വണ്ണാത്തിപ്പുള്ള്, മൈനകൾ, പിന്നെ ഓലഞ്ഞാലികൾ, പിന്നെ ഇരട്ടവാലി പക്ഷി, കുരുവികൾ, തത്തയില്ല, കാക്കകൾ, പിന്നെ ചെറിയ കാടക്കിളികൾ. നല്ല രസമാണ്. അപ്പോൾ ഞാനിതുവരെ അവിടെ വെള്ളത്തിലായപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക, ഞാനെപ്പോഴാണ് പോണത്. ഞാൻ കയറി പോന്നപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് അങ്ങനെ കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോണെടുത്ത് ചെല്ലണ കണ്ടാൽ എല്ലാം പാറിപ്പോകും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. നല്ല കുളിയാണല്ലോ, എത്ര കുളിക്കാരാ, 1 2 3 ആൾ 4 ആൾ, 2 ആൾ അവിടെ കരയിൽ നോക്കി നിൽക്കുന്നുണ്ട്. നല്ലൊരു കുളിസീനാണല്ലോ. നല്ല കുളിയാട്ടോ.